സ്വാഗതം. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും വലിയ ശബ്ദകോലാഹലങ്ങളിൽ നിന്നുമൊക്കെ മാറി കാസർഗോഡ് ജില്ലയിൽ ഒളിഞ്ഞിരിക്കുന്ന അതിമനോഹരമായൊരു സങ്കേതത്തിലേക്കാണ് ഈ വിവരണത്തിലൂടെ നമ്മൾ പോകുന്നത്. റാണിപുരം മലനിലകളിലേക്കൊരു വെർച്വൽ ട്രെക്കിംഗ്. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഈ നഗരത്തിന്റെ ബഹളങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് മേഘങ്ങൾക്കിടയിലുള്ള ആ ഒരു പച്ചപ്പണിഞ്ഞ സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണോ? ദൈനംദിന ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നുള്ള ഒരു യഥാർത്ഥ മോചനം തന്നെയാണ് നമ്മളവിടെ കാത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിനെ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഊട്ടി എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. കാസർഗോഡ് ജില്ലയിലാണ് ശരിക്കും മനം മയക്കുന്ന ഈ ഹിൽ സ്റ്റേഷൻ ഉള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, കേരളത്തിന്റെ പച്ചപ്പ് കർണാടകയുടെ പ്രശസ്തമായ കൂർഗ് മലനിരകളുമായി സംഗമിക്കുന്ന അതിർത്തിയിലാണ് റാണിപുരമുള്ളത്. രണ്ട് വ്യത്യസ്ത പ്രകൃതി വിസ്മയങ്ങൾ ഒന്നിക്കുന്ന ഒരു അപൂർവ ഇടം, അങ്ങനെ വേണമെങ്കിൽ ഇതിനെ പറയാം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഇതിന്റെ ഉയരം കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. 750 മീറ്റർ. അതായത് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത്. ഈ അതിശയിപ്പിക്കുന്ന ഉയരം തന്നെയാണ് ഇവിടുത്തെ ഈ കുളിർമയുള്ള കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണവും. ഇത്രയും ഉയരവും എപ്പോഴുമുള്ള നല്ല തണുപ്പും കാരണം ഈ സ്ഥലത്തിനൊരു പേരുണ്ട്, കേരളത്തിന്റെ ഊട്ടി. റാണിപുരത്തിന്റെ ആ ഒരു ശാന്തവും പച്ചപ്പ് നിറഞ്ഞതുമായ അന്തരീക്ഷത്തെ ഇതിലും മനോഹരമായി വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളില്ലെന്ന് തന്നെ പറയാം. അടുത്തതായി ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായ ഔഷധഗുണമുള്ള ആ കാറ്റിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളിങ്ങനെ മല കയറുമ്പോൾ ഇടതൂർന്ന മൺസൂൺ കാടുകൾ, നിത്യഹരിത ചോലക്കാടുകൾ, പിന്നെ കാട്ടുപൂക്കൾ നിറഞ്ഞ വിശാലമായ പുൽമേടുകൾ തുടങ്ങി പ്രകൃതിയുടെ പല ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ചുവടുവെപ്പിലും പ്രകൃതി ഇങ്ങനെ അതിൻ്റേതായ നിറങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടത്തത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇവിടുത്തെ കാറ്റാണ്. ഇവിടെ എങ്ങും ധാരാളമായി വളരുന്ന കാട്ടുപുൽത്തൈലത്തിന്റെ, അതായത് ലെമൺ ഗ്രാസിന്റെ ഗന്ധം പേറുന്ന ഈ കാറ്റിന് ശരിക്കും ഔഷധഗുണമുണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. വെറുമൊരു കാഴ്ചയ്ക്കപ്പുറം ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷം തരുന്ന ഒരു അനുഭവം കൂടിയാണിത്. ഇവിടത്തെ അപൂർവമായ ജൈവ വൈവിധ്യമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാല് അത്യപൂർവമായ ഒരു ജീവലോകത്തേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. ഗാംഭീര്യമുള്ള കാട്ടാനകളും പുള്ളിപ്പുലികളും കാട്ടുപന്നികളും തുടങ്ങി രാജവെമ്പാലയും പച്ചിലപ്പാമ്പും പോലുള്ള ഉരഗങ്ങൾ വരെ ഈ കാട്ടിലുണ്ട്. ഇതിനു പുറമെ മലമുഴക്കി വേഴാമ്പലുകളും മയിലുകളും പറന്നു നടക്കുന്ന കാഴ്ച ശരിക്കും പറഞ്ഞാല് വലിയൊരു വിരുന്ന് തന്നെയാണ്. കാറ്റിൽ നൃത്തം വയ്ക്കുന്ന വളരെ അപൂർവ ഇനം ചിത്രശലഭങ്ങളെയും അതുപോലെ ദൂരെ പുൽമേടുകളിൽ മേയുന്ന കാട്ടാനക്കൂട്ടങ്ങളെയും ഒരേ സമയം കാണാൻ കഴിയുന്ന ഒരു മാന്ത്രിക ലോകമൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. ഇവിടുത്തെ പുൽമേടുകളിൽ ഇതൊക്കെ വളരെ സാധാരണമായ കാഴ്ചകളാണ്. ഇനി ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മടത്തുമല ട്രെക്കിംഗ്. ഈ മല കയറാൻ തുടങ്ങുന്നതിനു മുൻപ് ഈ മണ്ണിന്റെ ഒരു പഴയ ചരിത്രം നമ്മളറിയണം. റാണിപുരം എന്ന പേര് വരുന്നതിന് വളരെ മുൻപ് ഈ വനപ്രദേശം അറിയപ്പെട്ടിരുന്നത് മടത്തുമാല എന്നായിരുന്നു. നമ്മൾ ഈ മല കയറുമ്പോൾ തീർച്ചയായും ഓർക്കേണ്ടൊരു കാര്യമാണിത്. അപ്പോൾ എങ്ങനെ ഇവിടെ എത്താം? പനത്തടിയിൽ നിന്നോ കാഞ്ഞങ്ങാട് നിന്നോ വളരെ എളുപ്പത്തിൽ ഒരു ജീപ്പിലോ ബസ്സിലോ കയറിയാൽ മതി. അതിരാവിലെ അവിടെ എത്തി ഒരു കോട്ടേജ് ബുക്ക് ചെയ്യുക. എന്നിട്ട് കാടിനുള്ളിലൂടെയുള്ള ആ അവിസ്മരണീയമായ 2 കിലോമീറ്റർ ട്രെക്കിംഗ് തുടങ്ങുക. വളരെ എളുപ്പത്തിൽ ആർക്കും വന്നെത്താൻ കഴിയുന്ന ഒരു കിടിലൻ യാത്രയാണിത്. ആ 2 കിലോമീറ്റർ കാട് അവസാനിക്കുന്നിടത്ത് നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ച എന്താണെന്നോ? കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ചോലപ്പുൽമേടുകൾ. കാറ്റിൽ നൃത്തം ചെയ്യുന്ന ആ പുൽത്തകിടുകൾ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ചതും നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഈ ജൈവവൈവിധ്യ കലവറയുടെ അവിശ്വസനീയമായ കാഴ്ചകളെല്ലാം നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, മേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന ഈ കൊടുമുടി കീഴടക്കാൻ നിങ്ങൾ എന്നാണ് യാത്ര തിരിക്കുന്നത്? ആ ഒരു മനോഹരമായ അനുഭവത്തിനായി ഇന്ന് തന്നെ സ്വയം തയ്യാറെടുക്കുക.